തസ്യോർധേനാഭിമൂലേ ദശദളലസിതേ പൂർണ്ണമേഘപ്രകാശേ നീലാംഭോജ പ്രകാശൈരൂപഹിതജഠരേ ഡാന്തിഫാന്ധൈ സചന്ദ്രൈ ധേയേത് വൈശ്യാനരസ്യാരുണ മിഹിരസമം മണ്ഡലം തത്ത്രികോണം തത് ബാഹ്യ സ്വസ്തികാഖ്യൈ സ്ത്രീഭിരപിലാലസിതം തത്ര വഗ്നേ സ്വബീജം. മൂലാധാര ചക്രത്തിൻ്റെ മുകളിലായി സ്വാധിഷ്ഠാനവും സ്വാധിഷ്ഠാന ചക്രത്തിൻ്റെ മുകളിലായി പൊക്കിളിൻ്റെ കീഴെയായി ഇടതൂർന്ന കാർമേഘങ്ങളുടെ നിറത്തോടുകൂടിയും 10 ദളങ്ങളോടുകൂടിയും പ്രകാശിക്കുന്ന മണിപൂരക ചക്രം സ്ഥിതി ചെയ്യുന്നു. ഓരോ ദളങ്ങളിലും ഢ ഢ ണ ത ധ ധ ധ ന പ ഭ വരെയുള്ള നീല താമരപ്പൂവിൻ്റെ വർണ്ണമുള്ള അക്ഷരങ്ങൾ അവയുടെ മുകളിലായി നാദത്തോടും ബിന്ദുവോടും കൂടി പരിലസിക്കുന്നു. ത്രികോണാകൃതിയിലുള്ളതും ഉദിച്ചുവരുന്ന സൂര്യൻ്റെ പ്രഭയോടുകൂടിയതുമായ അഗ്നിയുടെ സ്ഥാനത്തിൽ ധ്യാനം ഉറപ്പിക്കണം. ഇതിൻ്റെ പുറത്തായി സ്വസ്തികാചിഹ്നം 3 എണ്ണമുണ്ട്. അതിൻ്റെ അന്തർഭാഗത്തായി രം അഗ്നിബീജം സ്ഥിതി ചെയ്യുന്നു. തസ്യോർധേ സ്വാധിഷ്ഠാന ചക്രത്തിൻ്റെ മുകളിൽ ദശദളലസിതേ 10 ദളങ്ങളോടുകൂടി ശോഭിക്കുന്ന പത്മത്തിൽ പൂർണ്ണ മേഘപ്രകാശേ കാർമേഘ വർണ്ണത്തിലുള്ളതായി ഢ അന്തി ഫ അന്തി ഢ ഢ ണ ത ധ ധ ധ ന പ ഫ എന്നീ 10 വർണ്ണങ്ങളോടുകൂടിയതായി സചന്ദ്ര അർദ്ധചന്ദ്രനോട്, അതായത് അർദ്ധചന്ദ്രാകാരത്തിലുള്ള ചിഹ്നത്തോടും ബിന്ദുവോടും കൂടി വൈശ്യാനരസ്യ അഗ്നിയുടെ അരുണ മിഹിരസമം ബാലസൂര്യന് സമാനം സ്വസ്തികാഖ്യ സ്വസ്തികം. സ്വസ്തികം നാമ പരസ്പര സംബന്ധം വിധിഗതാ ചതുർവക്ത്രം രേഖദ്വയം. സ്വസ്തികങ്ങളാൽ ശോഭിക്കുന്നത് അഗ്നിമണ്ഡലത്തിൽ അഗ്നിവീയമായ രം സ്ഥിതി ചെയ്യുന്നു. സ്വാധിഷ്ഠാന ചക്രത്തിൻ്റെ മുകളിലായി നാഭിമൂലത്തിലായി 10 ദളങ്ങളുള്ളതും കാർമേഘവർണ്ണവും നീല താമരയുടെ തുല്യം പ്രകാശിക്കുന്നതുമായ പത്മം മണിപൂരകം സ്ഥിതി ചെയ്യുന്നു. ഢം ഢം ണം തം തം ധം ധം നം പം പം എന്നീ അക്ഷരങ്ങൾ അർദ്ധചന്ദ്രാകാരത്തിലുള്ള ബിന്ദു സഹിതമായത് മണിപൂരകത്തിൻ്റെ ദളങ്ങളിൽ ഉദയ സൂര്യൻ്റെ കാന്തിയോടും ശോഭിക്കുന്നു. ഇവിടെയാണ് ത്രികോണാകൃതിയിലുള്ള അഗ്നിമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. ത്രികോണത്തിൻ്റെ പുറത്തായി 3 സ്വസ്തികകളുണ്ട്. സ്വസ്തിക സഹിതമായ ത്രികോണത്തിൽ അഗ്നിബീജമായ രം സ്ഥിതി ചെയ്യുന്നു. ഇപ്രകാരം ആടിൻ്റെ പുറത്ത് ഇരിക്കുന്നവനും പ്രഭാത സൂര്യനെപ്പോലെ അരുണവർണ്ണനും 4 കൈകളുള്ളവനും ഉജ്ജ്വലമായ ശോഭിക്കുന്നവനുമായ അഗ്നിബീജത്തെ ധ്യാനിക്കുന്നു. ധേയേത് മേഷാധിരൂഢം നവ
രക്തഭാനനിഭം വേദബാഹുജ്വലാംഗം തത്ക്രോഡേ രുദ്രമൂർത്തിർനിവസതി സതതം ശുദ്ധസിന്ദൂരരാഗാം ഭസ്മാലിപ്താംഗഭൂഷണാഭരണ സിധാവപൂർവൃദ്ധിരൂപിതൃനേത്രാം ലോകാനാഭിഷ്ടതഥാള ഭയലസിതകര സൃഷ്ടിസംഹാരകാര്യം. ആടിൻ്റെ പുറത്ത് സ്ഥിതി ചെയ്യുന്നവനും ഉദയസൂര്യൻ്റെ കാന്തിയുള്ളതും ചതുർബാഹുക്കളോട് കൂടിയതും സ്ഥിതി ചെയ്യുന്ന അഗ്നിതത്വത്തെ ധ്യാനിക്കുന്നു. ശുദ്ധ സിന്ദൂരവർണ്ണത്തിലുള്ള രുദ്രൻ അതിൻ്റെ മടിയിൽ എല്ലായ്പ്പോഴും പരിലസിക്കുന്നു. ശരീരമാസകലം ഭസ്മം പൂശിയവനായതിനാൽ വെളുത്ത നിറത്തോടു കൂടിയവനും വൃദ്ധരൂപിയും 3 കണ്ണുകളോടു കൂടിയവനും 2 കരങ്ങളെ കൊണ്ട് വരദ അഭയമുദ്രകൾ കാണിച്ച് സൃഷ്ടിക്കും സംഹാരത്തിനും കർത്താവായി ആ രുദ്രൻ പ്രകാശിക്കുന്നു. ഭസ്മാലിപ്താംഗഭൂഷണാഭരണ സിധവഭൂ ഭസ്മം പൂശിയതുകൊണ്ടും ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന ആഭരണകാന്തിയാലും ധവളവർണ്ണനെന്ന് തോന്നിപ്പിച്ചു പോകുന്നു. ധയേത് മേഷാധിരൂഢം ആടിൻ്റെ പുറത്ത് ഇരിക്കുന്ന രീതിയിൽ ധ്യാനിക്കണം. ആടിൻ്റെ പുറത്തിരിക്കുന്നവനും അക്ഷമാല ധരിച്ചിരിക്കുന്നവനും ശക്തിയെ ധരിച്ചിരിക്കുന്നവനുമായി ധ്യാനിക്കുന്നു. മറ്റു കരങ്ങളിൽ വരദ അഭയമുദ്രയും ഉണ്ടെന്ന് ധരിച്ചു കൊള്ളേണ്ടതാണ്. ഇവിടെ വരദാതാവായി വൃക്ഷത്തിൻ്റെ മുകളിൽ രുദ്രനെ ധ്യാനിക്കുന്നു. അത്രാസ്ഥേ ലാഗിനീസ സകല ശുഭകരീ വേദബാഹുജ്വലാംഗീ ശ്യാമ പീതാംബരാദ്യയ്യർ വിവിധ വിരചനാലങ്കൃത്വാ മത്തചിത്താം ദൈത്യോതത്നാഭിപത്മം പ്രഭവതി നിധാരം സംഹൃതൗ പാലനേ വാണി തസ്യാനാബ്ജ നിവസതി സതതം ജ്ഞാനസന്ദേഹലക്ഷ്മിം. സകല പ്രാണികളുടെയും ശുഭകാരിണിയായി ലാഗിനി എന്ന ദേവത ഇവിടെ പരിരസിക്കുന്നു. 4 കരങ്ങളോടുകൂടിയവളും ശരീരകാന്തിയോടുകൂടിയവളും ശ്യാമവർണ്ണയുമായവളും മഞ്ഞവസ്ത്രം ധരിച്ചവളും നാനാവിധ ആഭരണങ്ങൾ അണിഞ്ഞവളും അമൃതപാനം ചെയ്ത് മതിച്ചവളുമാകുന്നു. ദേവി നാഭിപത്മത്തിൽ ആര് ധരിക്കുന്നുവോ അവന് ലോകത്തെ സൃഷ്ടിക്കുവാനും സംഹരിക്കുവാനും എല്ലാവിധ കഴിവുകളും ഉണ്ടായിത്തീരുന്നു. അവൻ്റെ മുഖപത്മത്തിൽ എല്ലായ്പ്പോഴും സരസ്വതി അഥവാ വാണീദേവി സർവവിധ അറിവും പ്രദാനം ചെയ്ത് പരിലസിക്കുന്നു. വിവിധ വിരചനാലങ്കൃതം വിവിധേന അഥവാ മുത്തുകളാലും മണികളാലും വിചിത്ര രീതിയിൽ അലങ്കരിക്കപ്പെട്ടതായി, അതായത് വിവിധാകൃതിയിലുള്ള അലങ്കാരങ്ങൾ ധരിച്ചിരിക്കുന്നവൾ എന്നർത്ഥം. ഇവിടെ ലാഗിനി ധ്യാനവിശേഷത്തെ പറയുന്നു. നീലാം ദേവി ത്രിവക്ത്രം ത്രിനയനലസിതം ദംഷ്ട്രിണീ മൃഗരൂപം വജ്രം ശക്തിം ദധാന അഭയകരവരാം ദക്ഷവാമേ ക്രമേണം ധ്യാത്യ നാഭിപത്മേ ദശതല വിലസതേ കർണിക ലാഗിനീം താം മാംസസ്താം ഗൗരഭക്തോത്സുക ഹൃദയാവതിം ചിന്തയേത് സാധകേന്ദ്രാം. നീല നിറമുള്ളവളും 3 മുഖമുള്ളവളും 3 കണ്ണുകളോട് കൂടി വിലസുന്നവളും ദംഷ്ട്രകമുള്ളവളും ഉഗ്രരൂപിണിയും വജ്രത്തെയും ശക്തിയെയും ധരിച്ചിരിക്കുന്നവളും അഭയമുദ്രയെയും വരമുദ്രയെയും വലതും ഇടതും കൈകളിൽ യഥാക്രമം ധരിച്ചിരിക്കുന്നവളും 10 ദളങ്ങളോട് കൂടിയ നാഭിപത്മത്തിൻ്റെ കർണികയിൽ ഇരിക്കുന്നവളുമായ ലാഗിനി ദേവിയെ ധ്യാനിക്കുന്നു. ആ ദേവി മാംസം ഭക്ഷിക്കുന്നതിൽ പ്രിയയും വെളുത്ത അന്നത്തിൽ താൽപ്പര്യമുള്ളവളും ആകുന്നു. നാഭിപത്മ ചിന്തനത്തെ
നാഭി പത്മത്തിൻ്റെ മറ്റൊരു പേരാണ് മണിപൂരകം. തത്പത്മം മണിവത് മണിപൂരം തഥോച്യുത. മണിയെപ്പോലെ പ്രകാശിപ്പിക്കയാൽ മണിപൂരക പത്മം എന്ന് പറയുന്നു. കാർമേഘത്തിൻ്റെ സമാന വർണ്ണമുള്ളതും 10 ദളങ്ങളുമുള്ളതും ഓരോ ദളങ്ങളിലും ഢം ഢം ണം തം ധം 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 നം പം ഭം എന്നീ അനസ്വാര സഹിതങ്ങളായ നീലവർണ്ണത്തോട് കൂടിയ 10 അക്ഷരങ്ങൾ ചേർന്ന് പ്രകാശിക്കുന്നതുമായ നാഭി പത്മത്തെ ധ്യാനിക്കേണ്ടതാകുന്നു. ഈ താമരയുടെ കർണികാ മധ്യത്തിലായി ത്രികോണാകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന അഗ്നിമണ്ഡലം ഉണ്ട്. ഈ ത്രികോണത്തിൻ്റെ 3 പാർശ്വങ്ങളിലായി ഓരോ സ്വസ്തിക ചിഹ്നവും ഉണ്ട്. ത്രികോണത്തിൻ്റെ മധ്യത്തിൽ രം എന്ന അഗ്നിബീജം സ്ഥിതി ചെയ്യുന്നു. ഈ അഗ്നിബീജം രക്തവർണ്ണത്തോടുകൂടിയതും ഒരു ആടിൻ്റെ പുറത്ത് ഇരിക്കുന്നതുമാണ്. അതിന് 4 കരങ്ങളുണ്ട്. ഓരോ കരത്തിലും വജ്രം, ശക്തി, അഭയമുദ്ര, വരമുദ്ര എന്നിവ ധരിച്ചിരിക്കുന്നു. അഗ്നിബീജത്തിൻ്റെ മടിയിൽ അരുണ വർണ്ണത്തോടുകൂടിയും കാളയുടെ പുറത്ത് ഇരിക്കുന്ന രുദ്രൻ സ്ഥിതി ചെയ്യുന്നു. ഈ രുദ്രൻ വൃദ്ധനും ശരീരമാസകലം ഭസ്മം പൂശിയതിനാൽ ധവള വർണ്ണത്തോടുകൂടിയവനുമാകുന്നു. ഇതിൻ്റെ മധ്യത്തിൽ ഒരു ചുവപ്പു താമരയിൽ ലാഘിനി എന്ന ശക്തി സ്ഥിതി ചെയ്യുന്നു. നീല വർണ്ണത്തോടുകൂടിയതും ഓരോ മുഖത്തിനും 3 വീതം കണ്ണുകളുള്ളതും 4 കൈകളിൽ ഉള്ളവളും ഓരോ കൈകളിൽ വജ്രം, ശക്തിയും ആയുധം ധരിച്ചിരിക്കുന്നവളും വരദവും അഭയവും മുദ്രകളായി കാട്ടിക്കൊണ്ട് പരിലസിക്കുന്നവളുമാകുന്നു. അവളുടെ ദംഷ്ട്രകൾ തള്ളി നിൽക്കുന്നതായും അരിഭക്ഷണത്തിലും പരിപ്പിലും താൽപ്പര്യമുള്ളവളും മാംസവും രക്തവും കലർന്ന ഭക്ഷിപ്പാൻ ഇഷ്ടമുള്ളവളും